കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാന ആചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുൾ ചെയ്തു, മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലി കെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ, എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കും എന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ, നമുക്ക് ഇവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലു തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടികൾക്ക് ഇത് അത്ഭുതകരമായിരിക്കുന്നു എന്ന് വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങളിൽ നിന്ന് എടുത്ത് ബലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവർ അവനെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 43 വരെയും 45-ഉം 46-ഉം തിരുവചനങ്ങളാണ്. പ്രിയമുള്ളവരെ, രക്ഷാകര ചരിത്രത്തെ ഒരു ഉപമയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുക. എപ്രകാരമാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്? അവൻ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? അത് എങ്ങനെയാണ് അവൻ നടപ്പാക്കിയത്? അവനോട് എങ്ങനെയാണ് ജനങ്ങൾ പ്രതികരിച്ചത് എന്നെല്ലാം വളരെ കൃത്യമായി ഇന്നത്തെ ഉപമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമപുസ്തകങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ യേശയ്യാ പ്രവാചകൻ പലപ്പോഴും ഇസ്രായേൽ ജനതയെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കർഷകൻ എപ്രകാരമാണോ തൻ്റെ മുന്തിരിത്തോട്ടത്തെ ഒരുക്കുന്നത്, അതുപോലെ തന്നെയാണ് പിതാവായ ദൈവം തൻ്റെ ജനതയെ തിരഞ്ഞെടുക്കുകയും ഒരുക്കുകയും ചെയ്തത്. ഏതൊരു അധ്വാനിക്കുന്ന കർഷകനും ഒരു മുന്തിരിത്തോട്ടം വച്ചുപിടിപ്പിക്കുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അതിൽ നിന്നും നല്ല ഫലങ്ങളാണ്. തീർച്ചയായും പിതാവായ ദൈവവും ഇസ്രായേൽ ജനതയിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചു. അവൻ പ്രതീക്ഷിച്ച ഫലം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്രായേൽ ജനത എപ്പോഴും വിശ്വസ്തയോടുകൂടെ കർത്താവിനോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. എന്നാൽ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഇസ്രായേൽ ജനത അവിശ്വസ്തത കാണിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യുന്നതായിട്ടാണ് പഴയ നിയമപുസ്തകം നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുക. പ്രിയമുള്ളവരെ, എന്നിട്ടും മടുക്കാതെ ആ പിതാവായ ദൈവം അവരെ വീണ്ടും തന്നിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുക. അവരോട് കോപിക്കാതെ അവരുടെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും എല്ലാം അയക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്.
അവരെല്ലാം ഇസ്രായേൽ ജനതയുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് അവരെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഫലം നൽകേണ്ടവരാണ്, നിങ്ങൾ നൽകേണ്ട ഫലം ദൈവവുമായി വിശ്വസ്തത പുലർത്തുക എന്നുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ പലപ്പോഴും നൽകിയെങ്കിലും അതൊന്നും ചെവി കൊള്ളാതെ അവരിൽ പലരെയും തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഇസ്രായേൽ ജനതയെ നമുക്ക് പഴയ നിയമ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അവസാനം ദൈവം തീരുമാനമെടുക്കുകയാണ് എപ്രകാരമാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തേണ്ടതെന്ന് താൻ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കും. അതിനാൽ ദൈവം മനുഷ്യനായി നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയും ദൈവത്തിനും മനുഷ്യനും പ്രീതികരമായ ഒരു ജീവിതം നയിക്കുകയും ചെയ്തു. ആ മനുഷ്യപുത്രനെ അവർ അനുകരിച്ചാൽ തീർച്ചയായും ദൈവത്തോട് എങ്ങനെ വിശ്വസ്തരായി ജീവിക്കാം എന്ന് അവർക്ക് മനസ്സിലാക്കാമായിരുന്നു. പക്ഷേ അതിന് അവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, ആ മനുഷ്യപുത്രനെ അവർ കുരിശിലേറ്റുകയും ചെയ്തു. പ്രിയമുള്ളവരെ, അവനെ കുരിശിലേറ്റിയിട്ടും അവർക്ക് സന്തോഷിക്കുവാൻ സാധിച്ചില്ല. കാരണം 3-ാം ദിവസം അവനെ ദൈവം ഉയർപ്പിച്ചു. പിന്നീട് ആ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് പുതിയൊരു ഇസ്രായേൽ രൂപപ്പെടുകയും ആ ഇസ്രായേൽ നമ്മളായി മാറുകയും ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയാണ് തിരുസഭയുടെ ഉദയം എന്ന് പറയുന്നത്. ഉദിതനായ ക്രിസ്തുവിനെ ചേർത്ത് നിർത്തി പണിതുയർത്തിയ പുതിയ മുന്തിരിത്തോട്ടമാണ് തിരുസഭ. ഈ തിരുസഭയിലും തമ്പുരാൻ ഒത്തിരിയേറെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഈ തിരുസഭ തനയരായ നമ്മളിൽ നിന്നും ദൈവം ഒത്തിരിയേറെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഫലം അന്വേഷിച്ച് തമ്പുരാൻ ഓരോ ദിവസവും നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇങ്ങനെ കടന്നു വരുന്ന തമ്പുരാൻ നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്താണ്? ക്രിസ്തീയതയാണ്. നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും സഭാമക്കളായ നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും അവിടുന്ന് പ്രതീക്ഷിക്കുന്നത് ക്രിസ്തീയതയാണ്. ആ ക്രിസ്തീയത എങ്ങനെയാണ് പ്രകടമാക്കുന്നത്? അത് നമ്മുടെ ക്രിസ്തീയ മൂല്യങ്ങളാണ്. നമ്മൾ ക്രിസ്തീയ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ സാധിക്കും. അവൻ പ്രതീക്ഷിക്കുന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തിന് പ്രീതികരമായ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നമ്മുടെ സൽപ്രവൃത്തികളാണ് ഓരോ തവണയും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഓരോരുത്തരെയും സൽപ്രവൃത്തികളാണ്. ആ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവം പ്രതീക്ഷിക്കുന്ന ആ ഫലങ്ങളാണ് പുറപ്പെടുവിക്കുക. എന്നാൽ അവിടെ നമ്മൾ വീഴ്ചകൾ വരുത്തുമ്പോൾ നമുക്കും പഴയ ഇസ്രായേൽ ജനതയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇടയിലേക്ക് ഓരോ വ്യക്തികളെ ദൈവം അയക്കുക. സുവിശേഷത്തിലൂടെ, അതുപോലെ പുരോഹിതന്മാരിലൂടെ, സന്യസ്തരിലൂടെ, നമ്മളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നമ്മുടെ മാതാപിതാക്കളിലൂടെ, അയൽക്കാരിലൂടെ എല്ലാം ദൈവം നമുക്ക് ആവശ്യമായ വെളിപ്പെടുത്തലുകൾ നൽകുന്നുണ്ട്. നിന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് നിൻ്റെ സൽപ്രവൃത്തികളാണ്. ആ ഒരു ഫലം നിൻ്റെ ജീവിതത്തിൽ നീ പുറപ്പെടുവിക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പുകൾ അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളെ കാത്തിരിക്കുന്നത് നാശമായിരിക്കാം. അതേസമയം നമ്മൾ നല്ല സൽപ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മളെ കാത്തിരിക്കുന്നത് ദൈവരാജ്യമാണ്. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ വിലയിരുത്താനുള്ള ഒരു സമയമാണ്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഫലമാണോ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പുറപ്പെടുവിക്കുന്നത്? ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവൻ പ്രതീക്ഷിക്കുന്ന ഫലം എന്നിൽ നിന്നും ലഭിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ എപ്രകാരമായിരിക്കും എൻ്റെ ജീവിതത്തെ അവിടുന്ന് നോക്കിക്കാണുക? അവിടുന്ന് ആഗ്രഹിക്കുന്ന ഒരു ജീവിതമാണോ ഞാൻ ജീവിക്കുന്നത്? എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന് നല്ല ഫലങ്ങൾ കൊടുക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം നമ്മോട് ആവശ്യപ്പെടുന്നത് നിന്റെ ജീവിതത്തിലൂടെ നീ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളിലൂടെ ദൈവത്തെ നീ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. അതിന് നമുക്ക് ആവശ്യമായതെല്ലാം ദൈവം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കുന്നുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചാൽ പ്രിയമുള്ളവരെ, ദൈവം പ്രതീക്ഷിക്കുന്ന ആ ഫലം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.